ഗബ്രിയോട് വാതോരാതെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. ഗബ്രിയെ കണ്ടിട്ട് കൊതി തീരുന്നില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത്. ഗബ്രി പോയതിനു ശേഷം എല്ലാവരും ജാസ്മിനെ ഒറ്റപ്പെടുത്തിയതിനെ പറ്റിയെല്ലാം ഗബ്രിയോട് പറയുന്നുണ്ട്. ജാസ്മിന്റെ വകയാണ് ഗബ്രിക്ക് ഇന്ന് ചായ ഉണ്ടാക്കി കൊടുത്തത്. ചായ കൊടുത്ത സമയത്ത് ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട്, നീ എന്നെ പുറത്താക്കിയില്ലേടിന്ന്, ഇനി നീ കൂടി അത് പറഞ്ഞോ, എനിക്ക് അല്ലെങ്കിലേ അങ്ങനെ ഒരു പേരുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണെന്ന് ഗബ്രി പറഞ്ഞു. പിന്നീട് രണ്ടുപേരും ഗാർഡൻ ഏരിയയിൽ പോയിരുന്നാണ് ചായ കുടിക്കുന്നത്. പിന്നീട് കുറെ ടാസ്കിന്റെയും ഗെയിംസിന്റെയും വിശേഷങ്ങളൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലെയും ഹോട്ടൽ ടാസ്കും എല്ലാം തനിക്ക് ഒരുപാട് മിസ് ചെയ്തു എന്ന് ഗബ്രി പറയുന്നു. ഗബ്രിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ജാസ്മിൻ കണ്ടെത്തിയത്. നീ തടിച്ചിട്ടുണ്ട്, മുടിയൊക്കെ വളർന്നു, നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു കൊച്ചു ചെറുക്കനായിരുന്നു, ഇപ്പൊ നീ വലിയ ചെറുക്കനായി എന്നാണ് ജാസ്മിൻ പറയുന്നത്. നെക്സ്റ്റ് റൂമിലിരുന്നായിരുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ജാസ്മിന്റെ ഡ്രോയിലേക്ക് ഗബ്രി ഓരോന്നും തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നിന്നും ജാസ്മിന്റെ ഒരു ഫോട്ടോ കിട്ടി. ഫോട്ടോ നോക്കി ചിരിച്ചുകൊണ്ട് ഗബ്രി പറഞ്ഞു, ഈ ലുക്കിനേക്കാളും നല്ലത് നിന്റെ ഇപ്പോഴത്തെ ലുക്കാണ്, ഇത് നീ മെയിൻറ്റെയിൻ ചെയ്താൽ സൂപ്പർ ആയിരിക്കുമെന്നാണ് ഗബ്രി പറഞ്ഞത്. ആദ്യത്തെ 2 ആഴ്ച നീ എങ്ങനെ നിന്നോ അതുപോലെ തന്നെ വേണം ഇനിയുള്ള ദിവസങ്ങളിൽ നിൽക്കാൻ, നന്നായി ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കണമെന്ന് ഗബ്രി ജാസ്മിനെ ഉപദേശിക്കുന്നുണ്ട്. നീ പോയപ്പോൾ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു എന്ന് ജാസ്മിൻ പറയുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്, പക്ഷെ നിനക്ക് ഞാനും എനിക്ക് നീയും ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒറ്റപ്പെട്ടില്ലായിരുന്നു. നീ പോയപ്പോഴാണ് ഞാൻ ഒറ്റപ്പെട്ടത്. പിന്നീടുള്ള അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞു. ഇവിടെയുള്ളവർക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് ഗബ്രി പറഞ്ഞു. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് ക്രിഞ്ചായിട്ടൊക്കെ തോന്നിയെന്ന് വരാം, പക്ഷേ വല്ലാത്തൊരു സർപ്രൈസ് എൻട്രി ആയിപ്പോയി നിന്റേത്. നീ കിച്ചണിൽ നിൽക്കുന്നത് കണ്ടപ്പോഴേ എന്റെ കിളി പോയി, ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, നിന്നെ കണ്ടിട്ട് കൊതി തീരുന്നില്ല, നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കാനാണ് എനിക്ക് തോന്നിയത്. ഇതിനിടയ്ക്ക് ഗബ്രിയുടെ മാലയുടെ കാര്യം ജാസ്മിൻ സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് ഗബ്രി പറയുന്നത്. നിന്റെ വീട്ടുകാർ വന്ന് എന്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നല്ലതിനാണ് എന്ന് ഗബ്രി ജാസ്മിനോട് പറയുന്നു. ഗബ്രി പോയ സമയത്ത് ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പതിവുണ്ടായിരുന്നു. ഗബ്രി നിന്റെ ചിരി എന്ന് ജാസ്മിനെ നൈസായിട്ടൊന്ന് ട്രോളിക്കൊണ്ട് ഗബ്രി തന്നെ പറയുകയാണ്. ഇത് കേട്ട് സംഭവം ട്രോളായി എന്ന് ജാസ്മിന് മനസ്സിലായി. മുഖം പൊത്തിച്ചിരിക്കുകയായിരുന്നു ജാസ്മിൻ. ആദ്യം നീ ഗബ്രി എന്ന് മര്യാദയ്ക്ക് വിളിക്കാൻ പഠിക്കുക എന്നാണ് ജാസ്മിനോട് ഗബ്രി പറയുന്നത്. തുടർന്ന് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കുമായി മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ശേഷം ഗബ്രിയുടെ പെട്ടിയിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കുകയാണ് ജാസ്മിൻ. പുതിയ ഡ്രസ്സും പെർഫ്യൂമും എല്ലാം ജാസ്മിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗബ്രി. പെർഫ്യൂം ജാസ്മിന് സ്മെല്ല് ചെയ്ത് നോക്കാൻ കൊടുത്തെങ്കിലും ജാസ്മിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.